ഏറെ അനിശ്ചിതത്വങ്ങൾക്കൊടുവിൽ ബിജെപിയുടെ കേരളത്തിലെ സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കേന്ദ്രമന്ത്രി JP നഡ്ഡയാണ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഏറെ ചർച്ചകൾക്കും അനിശ്ചിതത്വങ്ങൾക്കും ഒടുവിൽ അല്പം മുൻപാണ് പട്ടിക പ്രഖ്യാപിച്ചത്. ഇന്നലെ രാത്രി ചേർന്ന തെരഞ്ഞെടുപ്പ് സമിതി യോഗത്തിന് ശേഷവും പട്ടിക പുറത്തിറങ്ങിയിരുന്നില്ല. ചൊവ്വാഴ്ചയാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി യോഗം പട്ടികയ്ക്ക് അന്തിമ രൂപം നൽകിയത്. രാത്രി 1 മണിവരെ യോഗം തുടർന്നതിനാൽ അന്ന് പ്രസിദ്ധീകരിക്കാനായില്ല. ഇപ്പോഴാണ് പട്ടിക പ്രഖ്യാപിച്ചിരിക്കുന്നത്. പട്ടികയിൽ കേരളത്തിൽ നിന്ന് ജനവിധി തേടുന്നവർ ഇവരാണ്. തിരുവനന്തപുരം കുമ്മനം രാജശേഖരൻ, ആറ്റിങ്ങലിൽ ശോഭാ സുരേന്ദ്രൻ ജനവിധി തേടും. കൊല്ലത്ത് KV സാബു ആകും ജനവിധി തേടുക. ചാലക്കുടിയിൽ AN രാധാകൃഷ്ണൻ മത്സരിക്കും. AN രാധാകൃഷ്ണൻ നേരത്തെ മത്സരിക്കില്ല എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. എന്നാൽ ചാലക്കുടിയിൽ AN രാധാകൃഷ്ണൻ തന്നെയാകും മത്സരരംഗത്തിറങ്ങുക. എറണാകുളത്ത് അൽഫോൺസ് കണ്ണന്താനമാകും മത്സരിക്കുക. അൽഫോൺസ് കണ്ണന്താനം നേരത്തെ തന്നെ എറണാകുളത്ത് മത്സരിക്കുമെന്ന തരത്തിൽ വാർത്തകൾ പുറത്തു വന്നിരുന്നു. അതിനെ ശരിവെക്കുന്ന തരത്തിലുള്ള സ്ഥാനാർത്ഥി നിർണയം തന്നെയാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. പാലക്കാട് C കൃഷ്ണകുമാറാകും ജനവിധി തേടുക. പൊന്നാനിയിൽ VT രമയാകും മത്സരരംഗത്തിറങ്ങുക. ശബരിമല വിഷയത്തിലടക്കം നിരാഹാരം അനുഷ്ഠിച്ച നേതാവാണ് VT രമ. മലപ്പുറത്ത് V ഉണ്ണികൃഷ്ണനാണ് BJPക്കായി മത്സരരംഗത്തിറങ്ങുന്നത്. വടകരയിൽ VK സജീവൻ ജനവിധി തേടും. കോഴിക്കോട് പ്രകാശ് ബാബു ആവും മത്സരരംഗത്തിറങ്ങുക. കണ്ണൂരിൽ CK പത്മനാഭനാകും ജനവിധി തേടുക. ശബരിമല വിഷയത്തിലടക്കം സെക്രട്ടേറിയറ്റ് പടിക്കൽ നിരാഹാര സമരം കിടന്ന വ്യക്തി കൂടിയാണ് CK പത്മനാഭൻ. കാസർഗോഡ് രവീശ തന്ത്രിയാകും BJPക്കായി മത്സരരംഗത്തിറങ്ങുക. പത്തനംതിട്ട, ആലപ്പുഴ എന്നിവിടങ്ങളിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചില്ല. ഉടൻ ഉണ്ടാകും എന്നാണ് BJP അറിയിച്ചിരിക്കുന്നത്. പത്തനംതിട്ടയിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടില്ല എങ്കിലും സുരേന്ദ്രൻ തന്നെയാകും പത്തനംതിട്ട സ്ഥാനാർത്ഥി എന്ന തരത്തിലുള്ള സ്ഥിരീകരിക്കുന്ന റിപ്പോർട്ടുകളും വരുന്നുണ്ട്. എന്തായാലും ഔദ്യോഗികമായി ഇതുവരെയും സുരേന്ദ്രനാകും പത്തനംതിട്ടയിൽ മത്സരിക്കുക എന്ന തരത്തിലുള്ള പ്രഖ്യാപനം ഉണ്ടായിട്ടില്ല. ഉത്തർപ്രദേശ്, ഒഡീഷ എന്നിവിടങ്ങളിലെ ചർച്ചകൾ കൂടി പൂർത്തിയായ ശേഷം ഒരുമിച്ച് പ്രസിദ്ധീകരിക്കാനായിരുന്നു നേരത്തെ തീരുമാനമെടുത്തിരുന്നത്. ഇടത് വലത് മുന്നണികൾ സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ച് പ്രചരണം ആരംഭിച്ചിട്ടും BJP സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാത്തത് പ്രചരണ രംഗത്ത് പാർട്ടി പിന്നോട്ടടിച്ചതായി ആക്ഷേപം ഉയർന്നിരുന്നു. ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് പട്ടിക പ്രഖ്യാപിച്ചിരിക്കുന്നത്. തിരുവനന്തപുരം ഒഴിച്ച് ബാക്കി 19 സീറ്റുകളിലും സ്ഥാനാർത്ഥികളെ കുറിച്ച് ധാരണയായി എന്ന് ഇന്നലെ BJP അറിയിച്ചിരുന്നു. എന്നാൽ കുമ്മനം തന്നെയാണ് തിരുവനന്തപുരത്ത് മത്സരിക്കുക എന്ന BJPയിലെ ഒരു വിഭാഗം നേരത്തെ തന്നെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. 2 ആഴ്ചയിലേറെ നീണ്ട മാരത്തൺ ചർച്ചകൾക്കൊടുവിലാണ് കേരളത്തിലെ BJP സ്ഥാനാർത്ഥി പട്ടികയെക്കുറിച്ച് ദേശീയ നേതൃത്വം ധാരണയിലെത്തിയതും. ഏറെ നീണ്ട ചർച്ചകളും അനിശ്ചിതത്വങ്ങളും അവസാനിപ്പിച്ച് പാർട്ടി സംസ്ഥാന ജനറൽ സെക്രട്ടറി K സുരേന്ദ്രൻ പത്തനംതിട്ടയിൽ മത്സരിക്കുമെന്നും BJP സംസ്ഥാന അധ്യക്ഷൻ മത്സരരംഗത്ത് ഉണ്ടാകില്ല എന്നും അൽഫോൺസ് കണ്ണന്താനം എറണാകുളത്ത് മത്സരാർത്ഥിയാകുമെന്നും ശോഭാ സുരേന്ദ്രൻ പാലക്കാട് നിന്ന് മാറി ആറ്റിങ്ങൽ ജനവിധി തേടും എന്ന നേരത്തെ തന്നെ സൂചനയുണ്ടായിരുന്നു. അതിനെ ശരിവയ്ക്കുന്ന പട്ടിക തന്നെയാണ് ഇപ്പോൾ പുറത്തിറങ്ങിയിരിക്കുന്നതും. ശ്രീധരൻപിള്ള, K സുരേന്ദ്രൻ, MT രമേശ്, കേന്ദ്രമന്ത്രി അൽഫോൺസ് കണ്ണന്താനം എന്നിവരായിരുന്നു പത്തനംതിട്ട സീറ്റിന് വേണ്ടി ആദ്യം ആവശ്യം ഉന്നയിച്ചിരുന്നത്. എന്നാൽ ആദ്യഘട്ടത്തിൽ തന്നെ MT രമേശിന്റെയും അൽഫോൺസ് കണ്ണന്താനത്തിന്റെയും പേരുകൾ തള്ളിപ്പോയിരുന്നു. NSSന്റെയും ഓർത്തഡോക്സ് വിഭാഗത്തിന്റെയും പിന്തുണ ലഭിക്കുമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് പിള്ളയെ അനുകൂലിക്കുന്നവർ സീറ്റിനായി അവകാശവാദം ഉന്നയിച്ചത്. ഒപ്പം ശബരിമല വിഷയത്തിൽ സജീവമായി ഇടപെടലുകൾ നടത്തിയ സുരേന്ദ്രന് സീറ്റ് നൽകണമെന്ന് നേരത്തെ തന്നെ ശക്തമായ ആവശ്യം ഉന്നയിച്ചിരുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് സുരേന്ദ്രന് പത്തനംതിട്ട RSS ഇടപെട്ട് നൽകിയതും. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.